ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പം ഇപ്പം ഈ ഒരു മാക്സിൻ്റെ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ കൂടി അതിലേക്ക് ഷെയർ കൂട്ടാന്നുണ്ടെങ്കിൽ, അതായത് ഒരു പാർട്ട്ണറെ കൂടി കൂട്ടാന്നുണ്ടെങ്കിൽ അതെങ്ങനെയുള്ള ആളായിരിക്കണം, പിന്നെ എന്തെങ്കിലും പ്രശ്നമാകുമോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരാൾ അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പാർട്ട്ണറെ കൂടി കൂട്ടിയിട്ട് പിന്നെ ലാസ്റ്റ് അവർ തല്ലിപ്പിരിയേണ്ട ആ ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത് എന്ന്. അപ്പം അങ്ങനെ നമ്മളൊരു പാർട്ട്ണറെ കൂട്ടാന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പാർട്ട്ണറെ കൂട്ടാന്ന് ചിന്തിക്കുന്നത് തന്നെ നമ്മളെ കയ്യിൽ ചിലപ്പോൾ അത്രയും ഒരു ബാലൻസ് എമൗണ്ട് ഉണ്ടാവില്ല. അതായത് നമ്മളിപ്പോൾ എടുക്കുന്നതിൻ്റെ ആ ഒരു ഫുൾ എമൗണ്ട് നമ്മളെ കയ്യിൽ എടുക്കാനില്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കുക നമുക്ക് പുറത്തുനിന്ന് ആരെയും കൂടിയെങ്കിലും ഒന്ന് ഷെയർ ആക്കിങ്ങാണ്ട് ഒന്ന് ചെയ്താലോ എന്ന് നമ്മൾ ചിന്തിക്കൽ. അപ്പോൾ നമ്മൾ എന്താക്കും, നമ്മൾ ആരോടെങ്കിലും ഇപ്പം നമ്മളെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ അങ്ങനെയൊക്കെ ആരോടെങ്കിലും നമ്മൾ ചോദിക്കും. അപ്പോൾ നമ്മളെ സിസ്റ്റേഴ്സും അങ്ങനെയുള്ള ആൾക്കാരൊന്നും കൂട്ടാത്തതാണ് കേട്ടോ നല്ലത്. കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ബിസിനസ് ചെയ്യാന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല നമുക്ക്. നമ്മൾ പിന്നെ അത് ഒരു സീരിയസ്നെസ് ഉണ്ടാവില്ല നമുക്ക്. എന്താ പറയുക, അതേസമയം നമുക്ക് പുറത്തുള്ള ആൾക്കാരാകുമ്പോൾ എല്ലാ കാര്യത്തിനും നമുക്കൊരു എല്ലാം നമ്മളൊരു ജെന്യുവനായിട്ട് ചെയ്യാൻ ശ്രമിക്കും, നല്ല ഫുള്ള് ക്ലാരിറ്റിയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു എന്താ പറയുക സിസ്റ്ററും ബ്രദറൊന്നും അല്ലാതെ പുറത്തുനിന്നുള്ള ആളെ തന്നെ പിന്നെ കൺസേൺ ചെയ്യാൻ നോക്കാം കേട്ടോ. പിന്നെ ഒരിക്കലും നമ്മളൊരു പാർട്ട്ണറെ കൂട്ടാന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ പറയരുത് എല്ലാം നമ്മൾ ചെയ്തോളാം, പിന്നെ ക്യാഷ് മാത്രം നിങ്ങൾ ഇറക്കിയാൽ മതി എന്ന് പറയാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളായിരിക്കും ഫുൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, എല്ലാ എഫേർട്ട് ഇടുന്നതും നമ്മളായിരിക്കും, സാധനം എടുത്ത് കൊണ്ടുവരലും റേറ്റ് ഇടലും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആൾ പൈസ മാത്രം ഇറക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പൈസ ഇറക്കി ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു മാസത്തിലുള്ള ആ ഒരു ലാഭം ഉണ്ടല്ലോ, ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടുമല്ലോ, അത് നമ്മൾ രണ്ടാളും കൂടി ഈക്വലായിട്ടായിരിക്കും ഷെയർ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയാതിരിക്കുക. നമ്മളെ കൂടെ കൂട്ടുന്ന പാർട്ട്ണർ നമ്മളെന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെ അങ്ങനെ ചെയ്യാനും മനസ്സുള്ള ആളാണെന്നുള്ള ആ ഒരു ഇതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മളൊരു പാർട്ട്ണറെ കൂട്ടേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളെക്കാളും ഒരുപടി മുന്നിലായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളായിരിക്കണം കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സ്കില്ലുണ്ടെങ്കിൽ അതേപോലുള്ളൊരു സ്കില്ലുള്ള ഒരാളായിട്ട് കാര്യമില്ല, അതിനേക്കാളും ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു സ്കില്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ലോണം എന്താ പറയുക സംസാരിക്കാൻ അറിയാൻ മതിയായിരിക്കും, പക്ഷേ മറ്റേ ആൾക്ക് സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. രണ്ടും ഒരേപോലെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരിക്കലും ഒരു എന്താ പറയുക ഒരു പ്രോഗ്രസ് ഉണ്ടാവില്ല മുന്നോട്ടേക്ക്. അപ്പോൾ രണ്ടാൾക്കും രണ്ട് തരത്തിലുള്ള സ്കില്ലും കഴിവൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ബിസിനസ്സിൽ പലതും നമുക്ക് ചിന്തിച്ച് ചെയ്യാൻ പറ്റും. രണ്ടും ഒരേപോലത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയും എത്തത്തില്ല കേട്ടോ. പിന്നെ ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിടയിൽ ഒരു ഈഗോ വർക്കൗട്ട് ആവാതിരിക്കുക. കാരണം വെച്ചാൽ ഒരു ഈഗോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാം നമ്മൾ ചെയ്യുന്ന മറ്റേ ആൾക്കൊരു ഇതുമില്ലല്ലോ, അപ്പം ഇനി മറ്റേ ആൾ ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ അങ്ങനെ നെഗറ്റീവ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബിസിനസ്സുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പം ഞാനായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പിന്നെ എന്താ പറയുക അത് അംഗീകരിക്കുന്ന ആളും അതിൽ തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നാൽ അത് ഞാൻ എടുക്കുന്ന ആളും ആയിരിക്കണം. മീൻസ് അതായത് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലെ ആൾ ഓപ്പോസിറ്റ് സൈഡിലെ ആൾ പറയുകയാണ് ഇന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ എനിക്കത് അംഗീകരിക്കാനുള്ളൊരു മനസ്സും കൂടി ഉണ്ടായിരിക്കണം. അല്ലാതെല്ലാം നമ്മൾ പറയുന്നത് മാത്രം ഒരാൾ പറയുന്നത് മാത്രമാണ് ശരി, അപ്പോൾ മറ്റാളെൻ്റെ അടിമ എന്നുള്ള ആ ഒരു ഇതിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ രണ്ടാളും പിന്നെ ഒരേ വൈബുള്ള ആൾക്കാരായിരിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി നമുക്കിതൊരു സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇപ്പം നമ്മളിത് പർച്ചേസ് ചെയ്യാൻ പോകാന്നുണ്ടെങ്കിലും ആ ആളെ കൂടി നമ്മൾ കൂടെ കൂട്ടുക, എന്നിട്ട് നമ്മളെന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ആ വ്യക്തിക്കും കൂടി ചെയ്യാൻ കഴിയണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇപ്പം ഞാനൊക്കെ വെച്ചാൽ ഓൺലൈനായിട്ട് ചെയ്യുന്നതല്ല, അപ്പോൾ അങ്ങനെ ഓൺലൈനായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷിപ്പ് ചെയ്യാനും നമുക്ക് എന്താ പറയുക പിന്നെ ഡെയിലി ഒരേ ആളെന്നെ ഷിപ്പ് ചെയ്യാൻ പോകാൻ പിന്നെ അപ്പോൾ എപ്പോഴും ഒരാൾ തന്നെ പറഞ്ഞേക്കാതിരിക്കുക, അല്ലെങ്കിൽ രണ്ടാളും കൂടി ഈക്വലായിട്ട് ചെയ്യുക. ഒന്നുകിൽ ബാക്കിയെല്ലാം ചെയ്തിട്ട് മറ്റാളുടെ കയ്യിൽ ഷിപ്പ് ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ എല്ലാ ജോലികളും നമ്മൾ ഡിവൈഡ് ചെയ്ത് ചെയ്യാൻ നോക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ഏറ്റെടുക്കാനും നമ്മളെ പാർട്ട്ണർക്ക് കഴിയണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആകുമ്പോഴാണ് നമുക്കിത് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പിന്നെ നമ്മൾ അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ ക്യാഷ് ഇപ്പോൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ രണ്ടാളും ഈക്വലായിട്ട് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. കാരണം ഒരാൾ കുറവ് ഒരാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് എങ്ങനെ എന്താ പറയുക അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴേക്കൊക്കെ കുറച്ചൊരുപാട് പ്രശ്നങ്ങൾ
പിന്നെ ഫിനാൻഷ്യലി ഒരുപാട് ലോണും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ കൂട്ടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റിലൊരു ഒരു 6-7 മാസം നമ്മൾ അതിലിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് അതിൽ നിന്ന് ഒന്നും കിട്ടൂല. നമ്മൾ അതിലിങ്ങനെ പുതിയ സാധനം മെറ്റീരിയൽസും ഒക്കെ വാങ്ങാന്നുണ്ടെങ്കിൽ നമ്മൾ അതിലിങ്ങനെ ക്യാഷ് ഇറക്കിക്കൊണ്ടിരിക്കണം. അത് ഫസ്റ്റ് മന്ത് ആയാലും സെക്കൻഡ് മന്ത് ആയാലും തേർഡ് മന്ത് ആയാലും ഒക്കെ നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് കൂട്ടേണ്ടി വരുന്ന ഒരവസ്ഥ ആയിരിക്കും ഉണ്ടാവില്ല. അപ്പം കുറേ ലോണും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചിലപ്പോൾ എന്താ പറയുക, ഒരാൾക്ക് പറ്റും ഒരാൾക്ക് പറ്റില്ല എന്നുള്ള ആ ഒരു അവസ്ഥ ആയിരിക്കും വരൽ. അപ്പോൾ അത് വീണ്ടും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു ചാൻസസ് അധികമായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കൂട്ടാതിരിക്കുക. പിന്നെ എന്താ പറയുക, ഒരുപാട് വലിയ ക്യാഷൊക്കെ വെച്ചിട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുറഞ്ഞ എമൗണ്ടിൽ തുടങ്ങിയിട്ട് പിന്നെ അത് നമുക്ക് സ്റ്റെപ്പായിട്ട് നമുക്ക് നല്ല രീതിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഒരു പാർട്ട്ണറെ കൂട്ടാന്നുണ്ടെങ്കിൽ ആളെ പറ്റിയിട്ട് ഒരു A to Z വരെയെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. കാരണം വെച്ചാൽ ഒട്ടുമിക്ക ആൾക്കാരും നമ്മളിതൊക്കെ ഒന്ന് ഇപ്പോൾ എന്തൊരു ബിസിനസ്സാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആൾക്ക് നമ്മളത്ര ആ ഒരു ബിസിനസ് എന്താ പറയുക അതിലത്ര ഒരു അറിവുണ്ടായിരിക്കില്ല. പക്ഷേ നമ്മളെ കൂടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം പിന്നെ ചിലപ്പോൾ നമ്മളെ തട്ടിയിട്ട് ഒറ്റയ്ക്ക് തുടങ്ങാൻ നോക്കും, അല്ലെങ്കിൽ മെല്ലെ ഈ ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്ന് പിന്നെ നൈസായിട്ട് ഒഴിവാവാൻ നോക്കും. അപ്പോൾ നമ്മൾ എന്താ പറയുക, നല്ലൊരു എന്താ പറയുക ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം നമ്മൾ നോക്കി ഈ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് നമ്മൾ കൂട്ടുന്നതായിരിക്കട്ടെ ഏറ്റവും നല്ലത്. കാരണം നമുക്ക് പിന്നീട് പാരായി വരാതിരിക്കാനുള്ള ആൾക്കാരായിരിക്കണം ഇങ്ങനെ നമ്മൾ പാർട്ട്ണർഷിപ്പിൽ കൂട്ടുമ്പോൾ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ ഇങ്ങനത്തെ ക്ലോത്തിങ് മെറ്റീരിയലൊക്കെ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരാൾക്ക് സ്റ്റിച്ചിങ് അറിയാം, മറ്റേയാൾക്ക് സ്റ്റിച്ചിങ് അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴും നമുക്ക് എന്താ പറയുക കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ രണ്ടാളും എന്താ പറയുക ഇനിയിപ്പോൾ സ്റ്റിച്ചിങ് അറിയില്ലെങ്കിൽ കൂടിയിട്ട് അത് പഠിക്കാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ നമുക്ക് മെറ്റീരിയൽസിനേക്കാളും നമുക്ക് കുറച്ചും കൂടി ഒരു പ്രോഫിറ്റ് കിട്ടുന്നത് പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ അത് നമുക്ക് ഒരാൾക്ക് മാത്രമായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മറ്റാളെയിൽ ഈഗോ വർക്ക് ചെയ്യാൻ തുടങ്ങും. പിന്നെ അത് ഭയങ്കര പ്രശ്നത്തിലേക്കും പിന്നെ നമുക്കിത് നമ്മളെക്കാൾ ലാഭം മറ്റേ ആൾക്കാണ്, അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു ചിന്ത വരാൻ തുടങ്ങും. അപ്പോൾ രണ്ടാളും ഇപ്പോൾ ഒരാൾക്ക് സ്റ്റിച്ചിങ് അറിയെങ്കിൽ മറ്റേ ആൾക്ക് സ്റ്റിച്ചിങ് അറിയുന്ന ആളെ തന്നെ കൂട്ടാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു വ്യൂ പോയിൻറ്റ്സിൽ നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ യൂസ്ഫുൾ ആവാന്നുണ്ടെങ്കിൽ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോനെ പറ്റിയുള്ള ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ കമൻസിൽ വന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.